എന്തുകൊണ്ടാണ് ആളുകൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലർ സൗന്ദര്യത്തിന്റെ പേരിൽ കുറച്ചധികം വ്യാകുലപ്പെടുന്നത്? സൗന്ദര്യമുള്ള വസ്തുക്കളോ ചിത്രങ്ങളോ മുഖങ്ങളോ സൗന്ദര്യമുള്ള എന്തും തന്നെയാകട്ടെ, അവ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്. അതായത് സൗന്ദര്യം മനുഷ്യന്റെ തലച്ചോറിലെ സന്തോഷം നൽകുന്ന ഭാഗത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനാണോ നമ്മൾ സൗന്ദര്യം ആഗ്രഹിക്കുന്നത്? അല്ല, മറിച്ച് സൗന്ദര്യമുള്ളവർക്ക് അത് കാരണം സമൂഹത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. സൗന്ദര്യത്തെ നല്ലതുമായി റിലേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ തലച്ചോറിനുണ്ട്. സൗന്ദര്യമുള്ളയാൾ നല്ല സ്വഭാവമായിരിക്കും, വിശ്വസിക്കാൻ കൊള്ളാവുന്നയാളായിരിക്കും, ബുദ്ധിയുള്ളയാളായിരിക്കും. സൗന്ദര്യമില്ലാത്തയാൾക്ക് ബുദ്ധി കുറവായിരിക്കും, വിശ്വസിക്കാൻ കൊള്ളില്ല, മോശം സ്വഭാവമായിരിക്കും എന്നൊക്കെ അങ്ങ് ബയാസ്ഡായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പരിപാടി നമ്മുടെ തലച്ചോറിനുണ്ട്. സൗന്ദര്യം എന്ന കോൺസെപ്റ്റിന്റെ വികൃതമായ ഒരു വശമാണിത്. സൗന്ദര്യം ആളുകളെ വ്യത്യസ്തമായ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അത് തീർച്ചയായും അനീതിയാണ് താനും. അപ്പോൾ അതിനെ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം ഇത്തവണത്തെ മല്ലു അനലിസ്റ്റിലൂടെ. അഗ്ലി എന്ന ബുക്ക് എഴുതിയ റോബർട്ട് ഹോഗിന്റെ ഒരു ടെഡ് ടോക്ക് യൂട്യൂബിലുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. മുഖത്ത് 2 കണ്ണുകൾക്കിടയിലുമായി വലിയൊരു ട്യൂമറുമായാണ് അദ്ദേഹം ജനിച്ചത്. കൂടാതെ കാലിനും ഡിഫോമിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അദ്ദേഹത്തെ കൂടാതെ വേറെയും മക്കളുണ്ടായിരുന്നു. തന്റെ മകന്റെ ഈ രൂപം തന്റെ മറ്റു മക്കളെയും ബാധിച്ചേക്കാമെന്ന് ആ അമ്മ ഭയന്നു. ഒപ്പം കുട്ടിയുടെ ആ രൂപത്തോട് ഇമോഷണലി ബോണ്ട് ചെയ്യാനും തുടക്കത്തിൽ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അങ്ങനെ 1 മാസത്തോളം മകൻ ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു അഭിപ്രായത്തിന് വേണ്ടി അമ്മ പലരോടും ചോദിച്ചു. എന്നാൽ വ്യക്തമായ ഒരു മറുപടി കിട്ടിയില്ല. ഒടുവിൽ ആരെ കരുതിയാണോ താൻ തന്റെ മകനെ അകറ്റുന്നത് അവരോട് തന്നെ ചോദിക്കാമെന്ന് ആ അമ്മ തീരുമാനിച്ചു. എന്നിട്ട് തന്റെ മറ്റു മക്കളോട് ചോദിച്ചു അവരുടെ അനിയനെ വീട്ടിലേക്ക് കൊണ്ടുവരണമോ വേണ്ടയോ എന്ന്. അവരെല്ലാം തന്നെ പറഞ്ഞത് കൊണ്ടുവരണം എന്നായിരുന്നു. അങ്ങനെ റോബർട്ട് ഹോഗ് വീട്ടിലെത്തി. റോബർട്ടിനെ കൊണ്ട് പുറത്തു പോകുമ്പോഴെല്ലാം ആളുകൾ അവനെ തുറച്ചു നോക്കുമായിരുന്നു. അവന്റെ കാലിന്റെ ഡിഫോമിറ്റിയേക്കാൾ ആളുകൾക്ക് പ്രശ്നമായി തോന്നിയത് അവന്റെ മുഖമായിരുന്നു. റോബർട്ടിന് 4 വയസ്സായപ്പോൾ ഒരു മേജർ സർജറി മുഖത്ത് നടത്തി ട്യൂമർ എടുത്തു കളഞ്ഞ് മൂക്കില്ലാത്ത മുഖത്ത് പകരം ഡിഫോംഡ് ആയ കാലിലെ തള്ളവിരൽ എടുത്ത് ഒരു മൂക്ക് തുന്നി ചേർത്തു ഡോക്ടർമാർ. സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾ പല ഇരട്ടപ്പേരും വിളിച്ച് റോബർട്ടിനെ കളിയാക്കാൻ തുടങ്ങി. 14 വയസ്സുള്ളപ്പോൾ മറ്റൊരു സർജറി കൂടി നടത്തി മുഖം ഒന്നുകൂടി നോർമലാക്കാനുള്ള ഒരു സജഷൻ ഡോക്ടർമാർ വെച്ചപ്പോൾ തീരുമാനം റോബർട്ടിന് വിട്ടു നൽകി അദ്ദേഹത്തിന്റെ പേരൻസ്. കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള സാധ്യത ആ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആശയക്കുഴപ്പത്തിലായ റോബർട്ടിനോട് അദ്ദേഹത്തിന്റെ സഹോദരൻ ചോദിച്ചു, മുഖം നന്നാകുമ്പോൾ അത് കാണാൻ നിനക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ഈ ഓപ്പറേഷൻ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളതെന്ന്. ആ ചോദ്യത്തോടെ റോബർട്ട് ഒരു തീരുമാനമെടുത്തു. സ്വന്തം മുഖത്തെ ഓൺ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അതുവരെ നാട്ടുകാരുടെ തുറച്ചുനോട്ടം, പരിഹാസം, പേരൻസിന്റെ തീരുമാനം എന്നിവയ്ക്കായി വിട്ടുകൊടുത്ത സ്വന്തം മുഖത്തെ അതിന്റെ എല്ലാ ഇംപെർഫെക്ഷനോടുകൂടി ഓൺ ചെയ്യാൻ തുടങ്ങിയ അദ്ദേഹം മറ്റുള്ളവരോടും പറയുന്നത് ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ ഓൺ ചെയ്യുക. ഇതിനർത്ഥം നമ്മൾ സൗന്ദര്യം കൂട്ടാനായി ഒന്നും ചെയ്യരുത്, നമ്മൾക്ക് എന്താണോ ഉള്ളത് അതിൽ തന്നെ നിൽക്കണം എന്നൊന്നുമല്ല. നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്ന, നമ്മളെ കൂടുതൽ സൗന്ദര്യമുള്ളയാളാക്കുന്നു എന്ന് തോന്നുന്ന ഏത് മാറ്റവും നമുക്ക് വേണമെങ്കിൽ വരുത്താം. എന്നാൽ സൗന്ദര്യ സങ്കല്പങ്ങൾ പലപ്പോഴും ഒരു സമൂഹത്തിന്റെ കാലങ്ങളായുള്ള ട്രെയിൻ ചിന്താഗതിയിൽ നിന്ന് വരുന്നതുമാകാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു ലക്ഷ്യം അഥവാ ഐഡിയൽ ബ്യൂട്ടിയിലേക്കുള്ള അവസാനിക്കാത്തൊരു യാത്രയായി അത് മാറാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. സൗന്ദര്യത്തോടുള്ള സമൂഹത്തിന്റെ ബയാസ്. മുഖത്തിന്റെ സിമ്മെട്രി, തൊലിയുടെ നിറം, ബോൺ സ്ട്രക്ചർ ഇതൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മളെ ബയാസ്ഡ് ആക്കുമെന്ന് തിരിച്ചറിഞ്ഞ് അത്തരം ബയാസുകളിൽ നിന്നും മാറി ചിന്തിക്കാൻ നമ്മൾ സ്വയം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാതെ അത്തരം ബയാസുകളിൽ വീണുപോയി മറ്റുള്ളവരെയും വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിധിച്ചും വിധിക്കപ്പെട്ടും അപകർഷതാബോധത്തിൽ ആണ്ട് ജീവിക്കുന്നതിൽ കാര്യമില്ല. അതിനൊപ്പം നമ്മുടെ സൗന്ദര്യ കാഴ്ചപ്പാടുകളെ കുറച്ചുകൂടി വിശാലമാക്കാനും ഇൻക്ലൂസീവ് ആക്കാനും ശ്രമിക്കാം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന സൗന്ദര്യവും സൗന്ദര്യമില്ലായ്മയും ഒരാളെ കുറച്ച് കൂടുതൽ അറിയുമ്പോൾ മാറാൻ സാധ്യതയുണ്ട്. റോബർട്ട് ഹോഗ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. വീഡിയോ തുടങ്ങുമ്പോൾ പല മുൻവിധികളോടെ ഇരിക്കുന്ന നമ്മളിൽ പലരും വീഡിയോ കഴിയുമ്പോഴേക്കും അദ്ദേഹം വളരെ അട്രാക്റ്റീവ് ആണെന്ന ചിന്തയിലേക്ക് എത്തിത്തീരും. യഥാർത്ഥത്തിൽ സന്തോഷമായി ജീവിക്കാനോ എന്തെങ്കിലും അച്ചീവ് ചെയ്യാനോ സൗന്ദര്യം ഒരു അവശ്യ വസ്തുവല്ലെന്ന് തെളിയിച്ച ഒരുപാട് പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നിട്ടും ഈ ചെറിയ ജീവിതത്തിൽ സൗന്ദര്യത്തെക്കുറിച്ച് ഇത്രയധികം ആകുലപ്പെടേണ്ടതുണ്ടോ? സൗന്ദര്യത്തിന്റെ പേരിൽ മാത്രം മറ്റുള്ളവരെ ജഡ്ജ് ചെയ്ത് ബുദ്ധിമുട്ടിക്കേണ്ടതുണ്ടോ? കാണുന്ന ആളിൽ സന്തോഷം ജനിപ്പിക്കാൻ കഴിയുന്ന ചില ക്വാളിറ്റീസ്, അതിനെയാണ് നമ്മൾ സൗന്ദര്യം എന്ന് വിളിക്കുക. അത് ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ആയിരിക്കാം, മറ്റു ചിലപ്പോൾ കാഴ്ചക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം. എന്ത് തന്നെയായാലും കാഴ്ച കൊണ്ട് മറ്റുള്ളവരിൽ സന്തോഷം ജനിപ്പിക്കുക എന്നതിനപ്പുറം ഒരു വില സൗന്ദര്യത്തിന് കൊടുക്കുകയോ അതല്ലെങ്കിൽ വില കുറച്ച് കാണുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരെ സൗന്ദര്യത്തിന്റെ പേരിൽ ജഡ്ജ് ചെയ്യുമ്പോഴും സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും ഈ ഒരു കാര്യം ഓർത്താൽ മതി. ഉദാഹരണത്തിന് ഒരു നടനെയോ അല്ലെങ്കിൽ നടിയെയോ സിനിമയിൽ കാണുമ്പോൾ അവരുടെ സൗന്ദര്യം നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെന്ന് കരുതുക. നല്ല കാര്യം, അതിന്റെ പേരിൽ അവരെ പ്രശംസിക്കുന്നതിലും തെറ്റില്ല. എന്നാൽ മറ്റൊരാളെ കാണുമ്പോൾ അവർ കാഴ്ചയിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നില്ലെങ്കിൽ അത് അവരുടെ തെറ്റാണ്
തെറ്റോ പ്രശ്നമോ അല്ല. നമ്മൾ കാണുന്നവരെല്ലാം കാഴ്ചയിലൂടെ നമ്മളെ സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറയും തുടങ്ങിയ രീതിയിലുള്ള ചിന്തയൊക്കെ വളരെ മോശമാണ്. മറ്റുള്ളവരുടെ ലക്ഷ്യം എപ്പോഴും നമ്മളെ കാഴ്ചയിലൂടെ സന്തോഷിപ്പിക്കുക എന്നതായിരിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. ഈ ഒരു കാര്യം തിരിച്ചറിയാതെ നമ്മളിൽ പലരും പലപ്പോഴും മറ്റുള്ളവരോട് മോശമായി പെരുമാറാറുണ്ട്. അത് ചിലപ്പോൾ ഡയറക്റ്റായി ആയിരിക്കും, മറ്റു ചിലപ്പോൾ സട്ടിലായി ആയിരിക്കും. നിങ്ങളുടെ രൂപം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലരെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, ചിലപ്പോൾ ചിലരെ അതിന് കഴിഞ്ഞെന്ന് വരില്ല. രണ്ടായാലും അത് നമ്മളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല, നമ്മൾ സൗന്ദര്യം വെച്ച് ഒരു മനുഷ്യന്റെ മറ്റു കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാത്തിടത്തോളം. സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.